ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകം കണ്ട ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. അദ്ദേഹം ശാസ്ത്രമേഖലയിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. അദ്ദേഹം ഡിറൈവ് ചെയ്തെടുത്ത ചെറിയ സമവാക്യങ്ങൾ പോലും ആയിരക്കണക്കിന് കണ്ടെത്തലുകൾക്കാണ് കാരണമായി മാറിയത്. നമ്മുടെ ഭൂമി ഇപ്പോൾ ഇങ്ങനെ നിലകൊള്ളണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെയുള്ള സാങ്കേതികവിദ്യ ഇപ്രകാരം പുരോഗമിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഒരൊറ്റ പേര് തന്നെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തെ പോലുള്ള ഒരു ഗവേഷകൻ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ആയിരിക്കുകയില്ലായിരുന്നു. ഇതൊക്കെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഉറങ്ങുമ്പോൾ എന്തിനാണ് കയ്യിൽ ഒരു സ്പൂൺ പിടിച്ചിരുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും സോക്സ് ഇടാൻ കൂട്ടാക്കാതിരുന്നത് എന്ത് കാരണത്താലാണ്? വളരെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു അച്ഛനാകേണ്ടി വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെ ഒരു വേലക്കാരിയാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയെടുത്തത്? ലോകം കണ്ട ഏറ്റവും മിടുക്കനായ ആ ഗവേഷകനെ എന്തിനാണ് അദ്ദേഹത്തിന്റെ പ്രൊഫസർ തന്നെ ലേസി ഡോഗ് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത്? ആശുപത്രിയിലെ മരണശയ്യയിൽ അദ്ദേഹം എന്താണ് അവസാനമായി പറഞ്ഞത്? അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നോ ഇല്ലായിരുന്നോ? വോൾട്ടർ ഐസോകോൺ എഴുതിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിസ് ലൈഫ് ആൻഡ് യൂണിവേഴ്സ് എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത്. 1879 മാർച്ച് മാസം 14-ാം തീയതിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത്. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പൈ ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. പൈയുടെ വാല്യൂ നമുക്കറിയാം, 3.14. അതുതന്നെയാണ് മാർച്ച് 14. സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിംഗ് മരണമടഞ്ഞതും ഒരു മാർച്ച് 14-നായിരുന്നു. കുഞ്ഞ് ആൽബർട്ട് ഐൻസ്റ്റീന് മറ്റുള്ള കുട്ടികളെക്കാൾ അല്പക്കൂടി വലിപ്പക്കൂടുതലുള്ള തലയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഡൈസ്ലെക്സിയ എന്ന അസുഖവും ഉണ്ടായിരുന്നു, അതായത് പഠന വൈകല്യം. അദ്ദേഹത്തിന് ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കാൻ സാധിക്കും, പക്ഷേ ആൽഫബറ്റ്സ് കൂട്ടിച്ചേർത്ത് വാക്കുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആ വാക്കുകൾ വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാഷാ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം വളരെയധികം പിന്നിലാണ് നിന്നിരുന്നത്. പുസ്തകങ്ങൾ കൃത്യമായി വായിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. കളിയാക്കലിൽ ഭയന്ന് അദ്ദേഹം ആരോടും സംസാരിക്കാൻ കൂട്ടാക്കുകയില്ലായിരുന്നു. എല്ലാ സമയവും അദ്ദേഹം തനിയെയാണ് കഴിച്ചുകൂട്ടിയത്. തനിയെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ കൂട്ട് എപ്പോഴും പ്രകൃതിയായിരുന്നു. പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും അദ്ദേഹം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുമായിരുന്നു. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന ചോദ്യം അദ്ദേഹം മുന്നോട്ട് ഉന്നയിക്കുമായിരുന്നു. പക്ഷേ അതാരോടും ചോദിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളുടെ ഉത്തരം അദ്ദേഹം സ്വയം കണ്ടെത്തുകയായിരുന്നു പതിവ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് ജർമ്മനിയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്പോർട്സിനും മിലിറ്ററി പരേഡുകൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. പരേഡുകൾ കാണാനായി ആളുകൾ തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് ഒരിക്കലും ആൽബർട്ട് ഐൻസ്റ്റീനെ കാണാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന് അതിനോടൊന്നും തന്നെ താല്പര്യമില്ലായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. മറ്റാളുകളോട് സംസാരിക്കാനോ കളിക്കാനോ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല. കളിപ്പാട്ടങ്ങളോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കുട്ടിയായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ. പക്ഷേ ആ ഇടയ്ക്കാണ് ആൽബർട്ട് ഐൻസ്റ്റീന് അച്ഛൻ ഒരു സമ്മാനം നൽകിയത്. അതൊരു കളിപ്പാട്ടമാണ്, പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീന് അതിനോട് വളരെയധികം താല്പര്യം തോന്നി. അതൊരു കോമ്പസ് ആയിരുന്നു. എവിടേക്ക് തിരിച്ചാലും അത് നോർത്തിലേക്ക് തന്നെ ദിശ കാണിക്കും. ഐൻസ്റ്റീൻ അത് വലിയ അത്ഭുതമായി തോന്നി. എന്തുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നോർത്തിലേക്ക് തന്നെ കാണിക്കുന്നത്? അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ഇത്തരത്തിലുള്ള ചിന്തകൾ കാരണമായിരിക്കാം പിന്നീട് അദ്ദേഹം ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റായി മാറിയത്. ഐൻസ്റ്റീന് സോക്സ് ധരിക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ അത് സാധാരണമായ ഒരു കാര്യമാണ്. പക്ഷേ വളരെയധികം തണുപ്പ് കൂടിയ ജർമ്മനി പോലുള്ള സ്ഥലങ്ങൾ അത് അസാധാരണമായ ഒരു കാര്യമാണ്. സോക്സ് എന്തായാലും ധരിക്കുമായിരുന്നു എല്ലാ ആളുകളും. പക്ഷേ ഐൻസ്റ്റീൻ അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. സോക്സ് ഇട്ടേ മതിയാകൂ എന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വയം ആ സോക്സിൽ ഓട്ടകൾ സൃഷ്ടിച്ച് അതിട്ട് നടക്കുമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് വൈറ്റ് ഹൗസിൽ സന്ദർശിക്കുന്ന വേളയിൽ പോലും അദ്ദേഹം സോക്സ് ഉപയോഗിക്കുമായിരുന്നില്ല. ഐൻസ്റ്റീന്റെ ഏറ്റവും വലിയ ഹോബി ചീട്ട് കൊട്ടാരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. അദ്ദേഹം ഒഴിവ് സമയങ്ങൾ കൂടുതലായി ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നടത്തിയ ഒരു പഠനത്തിലൂടെ ഇത്തരത്തിൽ ചീട്ട് കൊട്ടാരങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിരുന്നു. ഐൻസ്റ്റീന് പകൽ സമയത്തെ ഉറക്കം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ദീർഘനേരമൊന്നും ഉറങ്ങുകയില്ല. എന്നാൽ ഭക്ഷണം കഴിച്ചാൽ അല്പസമയം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉറങ്ങണമായിരുന്നു. പക്ഷേ അപ്രകാരം ഉറങ്ങുന്ന വേളയിൽ കയ്യിലൊരു സ്പൂൺ പിടിക്കുന്നത് പതിവായിരുന്നു. ദീർഘമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ കയ്യിൽ നിന്ന് സ്പൂണും വഴുതി വീഴുന്നതാണ്.
അങ്ങനെ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം സ്പൂൺ ഉപയോഗിച്ചിരുന്നത്. ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചു വന്ന മറ്റൊരു പ്രബന്ധത്തിൽ ഉച്ചസമയത്തുള്ള വളരെ ദൈർഘ്യം കുറഞ്ഞ ഉറക്കം നമ്മുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗവേഷണ ബുദ്ധിക്കും അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും തച്ചുടച്ചതിന് ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പല കണ്ടെത്തലുകളെയും തുടക്കത്തിൽ പലരും വിമർശിച്ചിരുന്നു. ഇത് തെറ്റാണ്, ഇങ്ങനെയല്ല കണ്ടെത്തേണ്ടതെന്നായിരുന്നു പലരുടെയും വീക്ഷണം. ഉദാഹരണം പറയുകയാണെങ്കിൽ സാക്ഷാൽ ഐസക് ന്യൂട്ടന്റെ തിയറികൾ പോലും അദ്ദേഹം പൊളിച്ചെഴുതിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനു വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ സ്ഥിതി ചെയ്യുന്ന സൂറിക് പോളിടെക്നിക്കിലേക്ക് മാറി. അവിടെയാണ് അദ്ദേഹം ആദ്യമായി മിലേവ മെറിക്കിനെ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കാമുകി. അവർ ഒരു ഫിസിസിസ്റ്റും മാത്തമെറ്റീഷ്യനുമായിരുന്നു. മിലേവ ഐൻസ്റ്റീനേക്കാൾ പ്രഗത്ഭയായ ഒരു മാത്തമെറ്റീഷ്യനായിരുന്നു. മിലേവയുടെ സഹായത്താലാണ് അദ്ദേഹത്തിന് സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്ന തന്റെ തിയറി പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. ആ കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സെർബിയക്കാരിയായ മിലേവ മെറിക് അവിടെ വന്ന് പഠിച്ചത്. ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയായിരുന്നു. പക്ഷേ മിലേവ തുടക്കത്തിൽ അത് നിരാകരിക്കുകയായിരുന്നു. അതിന്റെ കാരണം അവരുടെ പ്രായത്തിലുള്ള വ്യത്യാസമാണ്. ഐൻസ്റ്റീനേക്കാൾ 4 വയസ്സ് മൂപ്പുണ്ട് മിലേവയ്ക്ക്. ഒടുവിൽ മിലേവയ്ക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ രണ്ടുപേരും പ്രണയത്തിലായി. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പ്രശ്നം സംഭവിച്ചത് മിലേവയ്ക്കായിരുന്നു. മിലേവയ്ക്ക് പാസ്സാകാൻ സാധിച്ചില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ വിജയകരമായി തന്നെ കോഴ്സ് പൂർത്തിയാക്കി. മിലേവയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായി. വളരെ പ്രഗത്ഭയായ ആ മാത്തമെറ്റീഷ്യന് കല്യാണത്തിന് മുൻപ് തന്നെ ചെറിയ പ്രായത്തിൽ ഒരു അമ്മയാകേണ്ടി വന്നു. ഐൻസ്റ്റീൻ പാസ്സായെങ്കിലും പഠനത്തിൽ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയെ ആയിരുന്നില്ല അദ്ദേഹം. ഫിസിക്സിൽ അദ്ദേഹം പ്രഗത്ഭൻ തന്നെയായിരുന്നു. പക്ഷേ മാത്തമാറ്റിക്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ് മാത്രമായിരുന്നു. ആവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അല്ല. ഐൻസ്റ്റീൻ്റെ ആ കാലഘട്ടത്തിൽ ഐൻസ്റ്റീൻ പഠിച്ച ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്. അതുകൊണ്ട് തന്നെയാണ് ഐൻസ്റ്റീൻ്റെ മാത്തമാറ്റിക് പ്രൊഫസറായ മിൻകോവിസ്കി അദ്ദേഹത്തെ ലേസി ഡോഗ് എന്ന് വിശേഷിപ്പിച്ചത്. ഇങ്ങനെ ലേസി ഡോഗ് എന്ന് കളിയാക്കിയ ഇതേ മിൻകോവിസ്കി തന്നെയാണ് പിന്നീട് ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി ഉപയോഗിച്ച് നിരവധി കണ്ടെത്തലുകൾ നടത്തിയത്. ലേസി ഡോഗ് എന്ന പ്രയോഗത്തിൽ അദ്ദേഹം പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്തു. ഗർഭിണിയായതിനു ശേഷം മിലേവ ഹംഗറിയിലുള്ള തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവിടെയായിരുന്നു പ്രസവം നടന്നത്. പിന്നീട് കുഞ്ഞിനെ പരിപാലിച്ചതും അവിടെ വെച്ച് തന്നെ. പക്ഷേ ഐൻസ്റ്റീൻ ഒരിക്കൽ പോലും അവിടെ സന്ദർശിക്കാനോ കുഞ്ഞിനെ കാണാനോ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. അദ്ദേഹത്തിന് ശരിക്കും ഒരു ജോലി പോലും ഉണ്ടായിരുന്നില്ല. സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആ കാലഘട്ടത്തിൽ വിജയിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജോലി കിട്ടുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഐൻസ്റ്റീന് മാത്രം ജോലി കിട്ടിയിരുന്നില്ല. അതിന്റെ കാരണം ഐൻസ്റ്റീന്റെ HOD ആയ അല്ലെങ്കിൽ അഡ്വൈസറായ ഹെൻറിച്ച് ഫ്രെഡറിച്ച് വെബറാണ്. വെബറിന് ഐൻസ്റ്റീനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ കാരണം ഐൻസ്റ്റീന്റെ സംശയങ്ങൾ തന്നെയാണ്. എല്ലായ്പ്പോഴും ഐൻസ്റ്റീന് നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംശയങ്ങൾ കേൾക്കുന്നത് തന്നെ വെബറിന് ഇഷ്ടമല്ലായിരുന്നു. ചില സമയങ്ങളിലൊക്കെ ഐൻസ്റ്റീൻ വെബറിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. 50 വർഷം പഴക്കമുള്ള ഫിസിക്സ് ആണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെന്ന് പോലും ഐൻസ്റ്റീൻ വിലയിരുത്തിയിരുന്നു. ഐൻസ്റ്റീൻ നിരവധി ഇന്റർവ്യൂകളിൽ പങ്കെടുത്തിരുന്നു. അധ്യാപക ജോലിക്ക് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ ആ ഇന്റർവ്യൂകളെല്ലാം എത്തിച്ചേരുന്നത് വെബറിലായിരുന്നു. വെബറിന്റെ സാന്നിധ്യം കാരണം മാത്രം അദ്ദേഹത്തിന് ആ ജോലികൾ കിട്ടാതെ പോയി. അത് പിൽക്കാലത്ത് ഐൻസ്റ്റീൻ തന്നെ പറയുകയും ഉണ്ടായി. തന്നെക്കൊണ്ട് ഒരിക്കലും ഇനിയൊരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു ഗവേഷകനോ ആകാൻ സാധിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനെ തുടർന്നാണ് ഒരു പേറ്റന്റ് ക്ലർക്ക് ആകാൻ അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന് ആ ജോലി കിട്ടുന്നില്ല. ഏകദേശം 6 മാസത്തോളം അദ്ദേഹം ശ്രമിച്ചു. ഒടുവിൽ ഒരു സുഹൃത്തിന്റെ പിതാവ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ ക്ലറിക്കൽ ജോബെങ്കിലും കിട്ടിയത്. ഈ ജോലി കിട്ടിയതിന് ശേഷമാണ് മെലേവയും കുഞ്ഞിനെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിനുശേഷം അവരുടെ വിവാഹവും നടന്നു. ചെറിയ പ്രായം മുതൽ തന്നെ ഐൻസ്റ്റീൻ്റെ മനസ്സിലുണ്ടായിരുന്ന തിയറിയാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി. അത് മനസ്സിലിട്ട് തന്നെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നത് 1905 E=mc² എന്ന വിഖ്യാതമായിട്ടുള്ള ആ സമവാക്യം പബ്ലിഷ് ചെയ്യപ്പെട്ടു. സ്പെഷ്യൽ റിലേറ്റിവിറ്റി ശരിക്കും യാഥാർത്ഥ്യമായത് മിലേവയുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ്. കാരണം ഐൻസ്റ്റീൻ മാത്സിൽ അത്ര പ്രഗത്ഭനല്ല. മാത്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മാത്സുമായി താരതമ്യപ്പെടുത്തരുത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ മാത്സ് ആണ്. അത് അതികഠിനവുമാണ്.
അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മിലേവയാണ്. 1905 സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി പബ്ലിഷ് ചെയ്തു വരുന്നത്. അത് കഴിഞ്ഞ് 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1907 ജനറൽ റിലേറ്റിവിറ്റി തിയറിയുടെ പണിപ്പുരയിലേക്കും അദ്ദേഹം കയറി. പിന്നീടുള്ള കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമേറിയ കാലഘട്ടമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1915 മാത്രമാണ് അദ്ദേഹത്തിന് ജനറൽ റിലേറ്റിവിറ്റി തിയറി പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ തിയറി. പ്രശസ്തരായിട്ടുള്ള തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റുകൾക്ക് പോലും ഒറ്റയടിക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും കാഠിന്യമാണ് ആ തിയറി. അതിൻ്റെ പിന്നിലുള്ള മാക്സും അതുപോലെ തന്നെ. ആ മാക്സ് ആണ് ഇവിടെ വില്ലനായി മാറിയത്. മിലേവയുടെ സഹായം അദ്ദേഹത്തിന് ഇത്തവണ കിട്ടിയില്ല. കുഞ്ഞുണ്ടായതിനു ശേഷം അവർക്ക് പഠന കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മാക്സുമായിട്ട് അവർക്കിപ്പോൾ ഒരു ബന്ധവുമില്ല. ഇവിടെ അദ്ദേഹത്തെ സഹായിക്കാനായി വന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പ്രശസ്ത സ്വിസ് മാത്തമാറ്റീഷ്യനുമായ മാർഷൽ ഗ്രോസ്മാനാണ്. കൂടാതെ ജനറൽ റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ഡേവിഡ് ഹിൽബർട്ട് ആയിരുന്നു. ജനറൽ റിലേറ്റിവിറ്റി ഭൂഗോളവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണ്. ഭൂമിക്കുള്ളിൽ നമ്മൾ 2 ബിന്ദുക്കൾ വരച്ച് അവ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു വരയുണ്ട്. അതേ വര ഉപയോഗിച്ച് ഒരു ഗോളത്തിൻ്റെ രൂപമുള്ള ഒരു ഭൂമിയെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തെ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇതുതന്നെയാണ് ഐൻസ്റ്റീന് ആദ്യഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞില്ല. ഹിൽബർട്ടിലൂടെ മാത്രമാണ് അദ്ദേഹം ഈ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനെയാണ് നോൺ യൂക്ലീഡിയൻ ജോമെട്രി എന്ന് പറയുന്നത്. ഒരു പ്ലെയിനിൽ വരയ്ക്കുന്നത് യൂക്ലീഡിയൻ ജോമെട്രിയാണ്. ഒരു സ്പിയറിലോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർബോളയിലോ വരയ്ക്കുന്നത് നോൺ യൂക്ലീഡിയൻ ജോമെട്രിയാണ്. മിലേവയെ കല്യാണം കഴിച്ചെങ്കിലും അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ടായിരുന്നു. മിലേവയുടെ സുഹൃത്തിനെ പോലും പ്രണയിച്ചതായി കത്തുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് കണ്ടെത്തുകയുണ്ടായി. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് തൻ്റെ ഫസ്റ്റ് കസിനായ എൽസയുമായി പ്രണയത്തിലാകുന്നത്. എൽസ ജർമ്മനിയിലാണ്. അവർ വിവാഹിതയുമാണ്. എങ്കിൽ പോലും അവർ കത്തുകളിലൂടെ പ്രണയിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് എൽസയുമായുള്ള പ്രണയബന്ധം വർദ്ധിച്ചുകൊണ്ടുവന്നു. അതേസമയം തന്നെ മിലേവയുമായി അദ്ദേഹം അകന്നുകൊണ്ടേയിരുന്നു. മിലേവയുമായുള്ള ബന്ധം ഡൈവേഴ്സിന് വക്കത്ത് വരെ എത്തി. പക്ഷേ മക്കളെ ഓർത്ത് മിലേവയ്ക്ക് പിരിയാൻ തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം ഐൻസ്റ്റീൻ എഴുതി കൊടുത്ത എഗ്രിമെൻറ്റിൽ അവർക്ക് സൈൻ ചെയ്യേണ്ടി വന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്. ഐൻസ്റ്റീനാണ് അത് രചിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എന്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ഐൻസ്റ്റീൻ കടന്നു പോകൂ എന്ന് പറയുമ്പോൾ ഒന്നും മുറിയാടാതെ അവിടെ നിന്നും കടന്നു പോകേണ്ടതാണ്. തൻ്റെ വസ്ത്രങ്ങളെല്ലാം കൃത്യമായി അലക്കി മടക്കി വെക്കേണ്ടതാണ്. ഭക്ഷണം കൃത്യസമയത്ത് കൊണ്ടു തരേണ്ടതാണ്. ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. ജർമ്മനി ഭരിച്ചിരുന്ന ഹിറ്റ്ലറും ആൽബർട്ട് ഐൻസ്റ്റീൻ തമ്മിൽ വലിയൊരു ശത്രുത തന്നെയുണ്ട്. ഐൻസ്റ്റീനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് 5000 രൂപ ഇനാം വരെ പ്രഖ്യാപിച്ചിരുന്നു. സാക്ഷാൽ മാക്സ് പ്ലാങ്ക് ഐൻസ്റ്റീനെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. ഇനി താങ്കളുടെ ഗവേഷണങ്ങളൊക്കെ നടക്കേണ്ടത് ജർമ്മൻ മണ്ണിലാണെന്നാണ് മാക്സ് പ്ലാങ്ക് പറഞ്ഞത്. ഉയർന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉയർന്ന പദവിയിലായിരിക്കും ഐൻസ്റ്റീൻ്റെ സ്ഥാനം. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഗവേഷണങ്ങൾ തുടരാം. അവിടെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗവേഷണത്തിൽ മാത്രം അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്കും അതുപോലെ തന്നെയാണ് ഐൻസ്റ്റീനെ കണ്ടിരുന്നത്. മാക്സ് പ്ലാങ്കിൻ്റെ ഓഫർ അത് വലിയൊരു ഓഫർ തന്നെയാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന സാലറിയും വളരെയധികം ഉയർന്ന തലത്തിലുള്ളത് തന്നെ. അത് എങ്ങനെയാണ് നിഷേധിക്കാൻ സാധിക്കുന്നത്? പക്ഷേ അവിടെ നിന്ന് വിട്ടുപോകാനും ഐൻസ്റ്റീന് മടിയാകുന്നു. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ ഒരു കാര്യം തീരുമാനിച്ചു. നാളെ മാക്സ് പ്ലാങ്കുമായി നേരിട്ട് കാണുന്നുണ്ട്. മാക്സ് പ്ലാങ്ക് ധരിക്കുന്ന വസ്ത്രത്തിൽ വെള്ള നിറമാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നതല്ല. ഇനി അതിൽ ചുവന്ന നിറമാണ് ഉള്ളതെങ്കിൽ അദ്ദേഹം ജർമ്മനിയിൽ പോയിരിക്കും. അടുത്ത ദിവസം മാക്സ് പ്ലാങ്ക് വന്നു. അതിൽ ചുവന്ന നിറമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് കുടിയേറി. ജർമ്മനിയിൽ കുടിയേറിയ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അത് എൽസയാണ്. എൽസയെ വിവാഹം കഴിക്കുക. 1919 ഐൻസ്റ്റീൻ മിലേവയെ ഡൈവോഴ്സ് ചെയ്തു. മക്കളെ വളർത്താൻ ആവശ്യമുള്ള പണം അദ്ദേഹം കൊടുത്തിരുന്നു. അതിനു പുറമെ തനിക്ക് നോബൽ സമ്മാനം ലഭിക്കുകയാണെങ്കിൽ ആ സമ്മാനത്തുക പൂർണ്ണമായിട്ടും മിലേവയ്ക്ക് അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം എഴുതി കൊടുത്തു. ഒടുവിൽ നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ ആ പൈസ അതേപടി മിലേവയ്ക്ക് കൊടുക്കുകയും ചെയ്തു. 1919 തന്നെ ഐൻസ്റ്റീൻ എൽസയെ വിവാഹം ചെയ്തു. പക്ഷേ എൽസയുടെ മകളായ ഇൽസെ ലൊവേന്തെലിനെയും വിവാഹം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇൽസെ അതിന് വഴങ്ങിയില്ല. ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് ഐൻസ്റ്റീനെ കാണുന്നത്. അതുകൊണ്ട് വിവാഹം ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് അവർ പറഞ്ഞു.
ഐൻസ്റ്റീൻ വളരെ പ്രശസ്തനായതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് സ്വന്തമാക്കാൻ നിരവധി ആളുകൾ വരുമായിരുന്നു. ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം അവരുടെ നിന്നും ഒരു നിശ്ചിത തുക വാങ്ങാനും ഐൻസ്റ്റീൻ ഓർത്തിരുന്നു. അങ്ങനെ വാങ്ങുന്ന പൈസയെല്ലാം ചാരിറ്റി ബോക്സിൽ ഇട്ടുവെക്കുകയും പിന്നീട് അത് ചാരിറ്റിക്ക് കൊടുക്കുകയുമായിരുന്നു പതിവ്. 1950കളുടെ മധ്യത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ള ഒരു നേഴ്സാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഐൻസ്റ്റീൻ്റെ മറുപടി കുറച്ചുകൂടെ രസകരമായിരുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങളാണ് ദൈവം. അല്ലാതെ ആ ദൈവം ഒരിക്കലും ഭൂമി എന്ന ഭൂഗോളത്തെക്കുറിച്ചോ അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ചോ അവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയോ ഒരു രൂപമോ അല്ല ദൈവം. 1955 ഐൻസ്റ്റീൻ മരിക്കുന്നത്. മരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ എന്തോ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ജർമ്മൻ ഭാഷ അറിയാത്ത ഒരു നേഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ആർക്കും തന്നെ അറിയുകയില്ല. ഐൻസ്റ്റീൻ്റെ മരണശേഷം തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് ഇവിടെ വിശദമാക്കുന്നില്ല. അതിനെക്കുറിച്ച് മാത്രം വിശദമാക്കിക്കൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ഐൻസ്റ്റീൻ്റെ തലച്ചോറിൽ നടത്തിയ ചില പഠനങ്ങളിലൂടെ സാധാരണ മനുഷ്യനുണ്ടായിരിക്കുന്ന പരേറ്റൽ ലോബിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമേറിയ പരേറ്റൽ ലോബാണ് അദ്ദേഹത്തിനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുന്നത് ഈ പരേറ്റൽ ലോബിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഐൻസ്റ്റീനെ മറ്റുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക. നിങ്ങൾക്കും ഈ ചാനലിൻ്റെ ഭാഗമാകണോ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.